അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. വിഷയമായിട്ട് എന്തൊക്കെ പരിപാടി, എന്തൊക്കെ ഉണ്ടാക്കി, എന്തെല്ലാം കഴിച്ചു എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പാലക്കാടുണ്ടല്ലോ ഭയങ്കര ചൂടാണ്, 40 ഡിഗ്രിയൊക്കെയാണ്. ആരും പുറത്തിറങ്ങരുത് കേട്ടോ. അമ്മാതിരി ഉള്ളിലിരുന്നിട്ടേ പുഴുങ്ങുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പാല് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ചായ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ഇന്ന് വിഷു പ്രമാണിച്ച് നമുക്ക് ജിമ്മിന് ലീവായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ വ്ളോഗ് ഇടാൻ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അത് കാരണം വ്ളോഗ് ഇടാൻ മറന്നു, സമയം കിട്ടിയില്ല. ഓക്കെ, ഞാൻ ഒരു ഫിലിം കണ്ടിട്ട് എൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല കേട്ടോ. വല്ലാത്തൊരു ഫിലിം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ധനുഷിൻ്റെ ഒരു ഹിന്ദി മൂവി, തേരാ ഇഷ്ക് മെയ്ന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ചായ എല്ലാം ഉണ്ടാക്കി. ഞാൻ ടി വിയിലാണ് കാണാം കേട്ടോ. ഇവിടെ ഫോണിൽ ഞാൻ അങ്ങനെ ഫിലിം കാണാൻ നിൽക്കാറില്ല. ഒന്നുമില്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണും. തിയേറ്ററിൽ അത്രയും അടിപൊളി ഫിലിമൊക്കെ ആണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പോയി കാണും. ലൈക്ക് ലോക, ആട് ത്രീ നോട്ട് ബാഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ള വാഴയാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റാത്തത്. ഇനി ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേന് അവിടെ നിന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. തിയേറ്ററിൽ നിന്ന് എടുത്ത് കളയാണ്ടിരുന്നാൽ മതിയായിരുന്നു പഠിച്ചോനെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് നമ്മുടെ വർക്കിലോട്ട് ഞാൻ കടന്നിട്ടുണ്ട്. ഇന്ന് വിഷയമൊക്കെ ആയിട്ട് നമുക്ക് ഇലട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ ഭയങ്കര കുക്കിംഗ് ചെയ്യാനുള്ള ഒരു ത്വരയിലാണെന്ന് പറയില്ലേ. എത്രയൊക്കെ വേർത്ത് ഒലിക്കുന്നുണ്ടാവും കിച്ചണിൽ, പക്ഷെ കുക്ക് ചെയ്യാനൊരു മൂഡ് വന്നാൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോരോ റൂമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയൂ. എനിക്ക് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൂപ്പർ, ഞങ്ങൾക്ക് പഴയ വീഡിയോ അല്ല ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പഴയത് എന്നല്ല, വീട്ടിലോട്ട് പോയി വന്ന ഉടനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ റൈസ് റെസിപ്പി കാണിക്കുമോ ചോദിക്കുന്നുണ്ട്. ഏത് റൈസ് ആണെന്ന് നോക്കട്ടെ. അസ്സലാമലൈക്കും, സുഖല്ലേ ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നുണ്ട്. നല്ല ആളാ, വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇടാതെ ഇത്രയും ദിവസം എവിടെ പോയി എന്ന് ഒരടിയുടെ കുറവുണ്ട് ഇത്ര എനിക്ക്. ചില സമയത്ത് നമുക്ക് ഒന്നിനും ഒരു ഇതുണ്ടാവില്ല. ആ സമയങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ കേട്ടോ. പിന്നെന്താണ്, സിസ്റ്ററിൻ്റെ മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇനി ഒരാൾ 6ാം ക്ലാസ്സിലേക്ക്, ഒരാൾ എൻ്റെ ഓർമ്മയിൽ 1ാം ക്ലാസ്സിലാണ്. 1ാം ക്ലാസ്സിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നത് കേട്ടോ. പിന്നെ ഹായ് ജിനി, ഹലോ ജിനി, വീഡിയോ സൂപ്പർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ മോൾ സൂപ്പർ, ഓക്കെ ഫസ്റ്റ്. അങ്ങനെ പല കമൻസ് വന്നിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ ഹാർട്ട്, ലവ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചക്കര മാങ്ങയ്ക്ക് പഴുത്ത മാങ്ങ അത്ര വേണ്ടത്. അപ്പം ഇനി അത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ നോക്കി കണ്ടു ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ മാങ്ങയിൽ ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ കുഞ്ഞിതാക്കി മുറിച്ചിട്ടും ഞാൻ ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പം ഞാൻ അതിന് മധുരമാങ്ങ അച്ചാർ എന്ന് പറയാല്ലേ, അതാണ് നല്ലത് അല്ലേ. വീഡിയോ എന്ന് ഇടണം. എന്ത് ഫുഡാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കേ, മോർണിംഗ് എപ്പോഴാണ് എണീക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഹോം ടൂറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യാം ഇൻഷാല്ല. അങ്ങനെ ഓരോ റൂമായിട്ട് ഞാൻ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. തട്ടിക്കൊട്ടി അടിച്ചു വാരേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വീക്കെൻഡ് വീട്ടിൽ പോയി വന്ന ശേഷം ഓരോ ദിവസം ഓരോ റൂമായിട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ പെരുന്നാളൊക്കെ വരാൻ പോവല്ലേ. ശരിക്കും പെരുന്നാളിന് വേനൽ മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇടങ്ങാറാവും. ലൈക്ക് എന്നെ പോലെ അടുക്കളയിൽ എപ്പോഴും കുക്ക് ചെയ്യുന്ന വീട്ടമ്മമാർ ശരിക്കും, കാരണം ഒരു ചമ്മന്തി അരക്കുകയാണെങ്കിൽ പോലും ഒരു കുടം വെള്ളം ദേഹത്തുനിന്ന് പോയിട്ടുണ്ടാവും, അത്രയും ചൂടല്ലേ. അപ്പോൾ അവിടെ നിന്ന് അത്രയും ആൾക്കാർക്കുള്ള ഫുഡും ഉണ്ടാക്കി അയ്യോ ശരിക്കും ഒരു ഇതായി മാറും. അപ്പോൾ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്രൈൻഡറിൽ തേങ്ങ ചിരവുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പെട്ടെന്ന് വീഡിയോയിൽ ഗ്രൈൻഡർ കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്. ഇല്ല കേട്ടോ, ഇതിൽ സ്പാച്ചുല പോലും ഇല്ല. അതിന് വില 5800 രൂപയാണ് അത്ര. ഞാൻ 5200 എന്നാണ് അന്ന് പറഞ്ഞത്, 800 കേട്ടോ. അതിൽ ഒരു 10-200 രൂപ മാത്രമേ നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുള്ളൂ. പിന്നെ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞ് ഈ ഭാഗം ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് വാഴൻ്റെ ഇല വെട്ടി, അത്യാവശ്യം വാഴൻ്റെ ഇല വീട്ടിലുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കണം. ഞാനിന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി വാഴൻ്റെ ഇലയിലൊക്കെ വിളമ്പാൻ വിചാരിച്ചു, പക്ഷെ 4-5 വീതം കൂട്ടാൻ വരെ ഉണ്ടാക്കി.
പിന്നെ വാഴഞ്ചലിയിൽ വിളമ്പാന്ന് വിചാരിക്കുമ്പോഴേക്കും ടയേർഡായി. പിന്നെ പ്ലേറ്റ് തന്നെ എടുത്ത് വിളമ്പി കഴിച്ചു കേട്ടോ. പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കാം. അപ്പോൾ ഇതാ വേഗം വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ കേട്ടോ. ഇന്നലെ ഒരു ദിവസം വ്ളോഗ് ഇല്ലാണ്ടായപ്പം ആർക്കും വലിയ മിസ്സിങ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പരിപ്പ് പായസല്ലേ, ഇതാ നമ്മുടെ വിഷു കൈനീട്ടാണ്. എങ്ങനെയുണ്ട്? ആക്ച്വലി ഇത് മക്കളുടെ വിഷു കൈനീട്ടം എൻ്റെയും എല്ലാവരുടെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഞാൻ എല്ലാവരുടെയും കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. ഉമ്മി ഹസ്ബൻഡൊക്കെ തന്നതാണ് കേട്ടോ. ഹസ്ബൻഡ് ഗൂഗിൾ പേ വഴി അയച്ചു തന്നു, ഉമ്മയും ഉപ്പയും കയ്യിൽ തന്നു കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ ചെറുപയർ പായസത്തിൽ ബിരിയാണി അരി ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചെറുപയർ മാത്രം വെക്കുമ്പോൾ ഒരു പരിപ്പിൻ്റെ കുത്തല ഭയങ്കരമായിട്ടുണ്ടാവും. ബിരിയാണി അരിയും കൂടെ ചേർത്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പണ്ടുള്ള ആൾക്കാർ പച്ചരിയെ ചേർത്തിരുന്നത്, പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ബിരിയാണി അരി തന്നെയാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് നമ്മളുടെ സ്പെഷ്യൽ ഇലട എങ്ങനെയുണ്ട് കാണുമ്പോൾ? നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പത്തിരിപ്പൊടി ഇല്ലേ, അതാട്ടോ എടുത്തേക്കുന്നത്. ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ വെള്ളത്തിൽ. തിളച്ച ശേഷം നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് ഞാനിതാ ഇങ്ങനെ ആക്കി. ഇതേ പരുവാണ് ഇടിയപ്പത്തിൽക്കും വേണ്ടത് കേട്ടോ. ഇങ്ങനെ തന്നെ ആക്കിയെടുക്കണം. നല്ല വെട്ടി തിളച്ച വെള്ളം തന്നെ ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇച്ചിരി ഇച്ചിരി വെള്ളം നമുക്കത് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസ് പാടില്ല. നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കുഴക്കില്ലേ, ആ പരുവത്തിൽ കിട്ടണ പോലെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കുഴച്ച് സെറ്റാക്കുക. ഇച്ചിരി ചൂട് മാറിയിട്ട് കേട്ടോ. പിന്നെ ഗ്യാസ് ഓണാക്കി. ഇത് ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഞാൻ 1/2 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം അതൊന്ന് വേഗം മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ ചിരവി എടുക്കണം. ശർക്കര തിളച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 3 പഴമാണ് കേട്ടോ എടുത്തേക്കുന്നത്. സാധാരണ ഞാൻ ഇലട ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കടലപ്പരിപ്പില്ലേ, പൊട്ട് കടലപ്പരിപ്പ്, അത് പൊടിച്ചിട്ട് ചേർക്കാറ്. ഉപ്പാക്ക് ഇപ്രാവശ്യം ഇങ്ങനെ പല്ലിന് കടിക്കുമ്പോൾ ബലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം പഴം വെച്ചിട്ട് ഉണ്ടാക്കാന്ന് കേട്ടോ. പഴം ഒന്ന് വഴറ്റിയ ശേഷം നെയ്യിലൊന്ന് വഴറ്റിയാൽ മതി. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിച്ചിട്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചിരവിയത് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. അതിനെന്താ പറയുക? അയ്യോ, ഞാൻ മറന്നേക്കുക. എന്താ മറന്നത്? ഓക്കെ, നമുക്ക് നന്നായിട്ട് എന്തോ ഒരു കിട്ടുന്നില്ല, കിട്ടുമ്പോൾ പറയാം അല്ലേ. പിന്നെ ഞാൻ വാഴൻ്റെ ഇല വെട്ടാൻ വേണ്ടി പോയിട്ടോ. എനിക്ക് ചെറിയതൊന്ന് വെട്ടുമ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെട്ടിയെടുത്തു. ഇനി ഞാൻ കട്ട് ചെയ്തിട്ടാണ് കഴുകുക. അപ്പം നമുക്ക് ഒന്നും കൂടി എളുപ്പമാണ് കഴുകാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഞാൻ കഴുകും കേട്ടോ. ഇതാ നമ്മുടെ പഴത്തിനുള്ള ഫില്ലിങ് ഞാനിവിടെ നന്നായിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്, സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല പോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. കൈയൊക്കെ പൊള്ളുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇല കംപ്ലീറ്റ് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഇല കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി വേണമെങ്കിൽ തുടച്ചിട്ട് അതിൽ എണ്ണ വരട്ടണമെങ്കിൽ എണ്ണ വരട്ടാം കേട്ടോ. ഞാൻ പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. എണ്ണ വരട്ടിയ പെട്ടെന്ന് നമുക്ക് വാഴഞ്ചലിയിൽ നിന്ന് നമ്മുടെ അട ഇങ്ങനെ പോരും. പിന്നെ ചെറിയ ചെറിയ ഓരോ ഉരുള എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ പരത്തി എടുക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ പരത്തി എടുക്കുമ്പോൾ ഉമ്മ വന്നപ്പോൾ ഉമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് പരത്തി എടുത്തു. ഒരു 10-15 ഇലടൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട്. ഞാൻ പിന്നെ അത്യാവശ്യം ഫില്ലിങ് ഇടും കേട്ടോ. കുറച്ച് ഫില്ലിങ് അല്ല, നല്ലപോലെ ഇട്ടിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുള്ളൂ. നമ്മൾ മലബാർ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ, ഞങ്ങളുടെയൊക്കെ തറവാട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് ഫില്ലിങ് ഇട്ടിട്ടാണ് ഇങ്ങനത്തെ പൂവട ഇലടൊക്കെ ഞാൻ കണ്ടേക്കുന്നത്. നമുക്ക് എവിടെയും മധുരം എത്താത്ത പോലെ ഉണ്ടാവും കേട്ടോ. അത് ഇതിൽ ഞാൻ നല്ല ഫില്ല് ചെയ്തിട്ടുള്ളൂ ഞാൻ ഉണ്ടാക്കാറ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഉമ്മ നല്ല നെയ്സിലാണ്, എന്നെക്കാൾ നെയ്സിൽ പരത്തുന്നുണ്ട് കേട്ടോ ഉമ്മ. എനിക്ക് കുറച്ച് ക്ഷമ കുറവാണ്, എന്നാലും മാക്സിമം നെയ്സിൽ തന്നെ പരത്തിയെടുത്തു. ഇനി ഇതൊന്നും ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോൾ ഒരു 3 എണ്ണം വെക്കണതാണ് കറക്റ്റ്. ഞാനിവിടെ 4-5 എണ്ണമൊക്കെ വെച്ചപ്പോൾ വേവാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 3 എണ്ണമൊക്കെ വെച്ചാൽ മതി കേട്ടോ.
അങ്ങനെ ഇതാ ഓരോന്നായിട്ട് വെച്ച് ഞാൻ ആവി കയറ്റാൻ ഒരു 10 മിനിറ്റാണ് ആദ്യം വെച്ചത്. ഇല പുറത്തേക്ക് വരുന്ന കാരണം നമുക്ക് അടക്കണത് അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇച്ചിരി വാടിയപ്പോൾ ശരിയായിട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇലട, പൂവട ഇങ്ങനത്തെയൊക്കെ ഐറ്റംസുകളുണ്ടല്ലോ, നല്ല തണുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ രാത്രി ഉണ്ടാക്കി രാവിലെ കഴിക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല തണുത്തിട്ട് കഴിക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരു തട്ടിലത്തെ വേവിച്ചെടുത്ത് ബാക്കിയുള്ളത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായപ്പോൾ പ്ലേറ്റുകളൊക്കെ കൊണ്ടുവച്ചു. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ, ഇലട തന്നെയാണ്. ഇനി എന്താ പറയുക, പൂവട ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പകുതി ടൈം മതി. അപ്പം ഞാൻ പറഞ്ഞില്ലേ വേവാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ളത്, വീണ്ടും ഞാൻ കൊണ്ടുവച്ചിട്ട് വീണ്ടും വേവിച്ചെടുത്തു കേട്ടോ. ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം, അതാണ് അതിൻ്റെ കറക്റ്റ് വേവ്. ഉപ്പാക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ നാടൻ ഫുഡുകളൊക്കെ. പക്ഷെ ആളിന്ന് എന്താ അറിയില്ല സ്പൂണിലാണ് കഴിക്കണത്. അയൻകുട്ടി സ്പൂൺ കൊണ്ടുവച്ചിട്ടുണ്ട്, എന്നിട്ട് പറയാം വീഡിയോയിൽ ഞാൻ അങ്ങനെ കഴിക്കാം, സ്പൂണിൽ കഴിക്കണില്ല. എന്നിട്ട് ഞാൻ വീഡിയോ മാറ്റിയത് വേഗം സ്പൂണിൽ കഴിച്ചു. ഇനിയിപ്പോൾ അവന് സ്പൂണിൽ കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലെങ്കിൽ എന്ത്, ഞാനിവിടെ പൊട്ടിച്ചില്ലല്ലോ എല്ലാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ആട്ട റെഡി ആയിട്ടുണ്ട്. ആരെങ്കിലും ഇതിൻ്റെ ഫാൻ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഈ പഴത്തിന് പകരം നമുക്ക് പൈനാപ്പിൾ കൊടുക്കുക, ചക്കി കൊടുക്കുക, അത് സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വേഗം വേഗം കഴിക്കൽ കഴിഞ്ഞിട്ട് ഇനി ചായ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ലഞ്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയത്, റെസിപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാക്കുന്നുണ്ട്. വ്ളോഗ് പോലെ നമുക്ക് എടുക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നു, ടൈമല്ല ടയേർഡായിരുന്നു കേട്ടോ, അത് കാരണമാണ് ഒന്നാമത്. അപ്പോൾ ഇതാ നമ്മൾ വേഗം കഴിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുന്നാളിൻ്റെ സമയത്തിട്ട ചുരിദാറിൻ്റെ ലിങ്ക് ഉണ്ടോ. അത് ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ആമസോണിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ചെയ്യും കേട്ടോ. അങ്ങനെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പാത്രങ്ങൾ, ചായ വെക്കണം, പാത്രങ്ങൾ കഴുകണം, ഇങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ കണ്ട ഫിലിമിലത്തെ പാട്ട് വെക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഹാങ് ഓവറാണ് കേട്ടോ. ആ ഒരു ഫിലിം കണ്ട ശേഷം പാട്ട് ഞാൻ ഭയങ്കര ആയിപ്പോയി. അത്രയും ഇഷ്ടപ്പെട്ട പാട്ട്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടി തന്നേനെ. അങ്ങനെ വേഗം പാത്രങ്ങൾ കഴുകിയെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യലുകൾ എന്തായിരുന്നു പറഞ്ഞാൽ, പൈനാപ്പിൾ വെച്ചിട്ട് മോര് കറി ഉണ്ടാക്കി, ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി, കോവയ്ക്ക വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മാങ്ങ പച്ചടി എന്ന് വേണമെങ്കിൽ പറയുന്നത്, പിന്നെ പപ്പടം, പിന്നെന്താ ഉണ്ടാക്കിയ പിന്നെന്തായിരുന്നു, മാങ്ങ വെച്ചിട്ട് ഒരു അച്ചാറുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സ്വന്തം പാലട ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാലടയിൽ പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറേ സമയം എടുത്തിട്ട് ഞാൻ ഈ ഒരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് മിക്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ പാലട മിക്സ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ, കാരണം അതിൽ മധുരം ഉണ്ടാകും. ഈ കാരമൽ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിലോട്ട് 1 ലിറ്റർ ഫുൾ പാലൊഴിക്കണം. ഇനി നമുക്കിത് തിളച്ച ശേഷം നമുക്കിതിലോട്ട് അടയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് അപ്പുറത്തോട്ട് മാറുമ്പോഴത്തേന് ഇത് തിളച്ച് ചിന്തും ചെയ്തു. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം, പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തു. ഇനി ഈ പാലുണ്ടല്ലോ വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി ആണോ ഈ പായസം വേണ്ടത് അതിനനുസരിച്ച്. ഞാനപ്പോൾ അത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്, സമാധാനത്തോടെ വറ്റി വരട്ടെ. പിന്നെ നമ്മുടെ പൈനാപ്പിളിലോട്ട് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. പൈനാപ്പിൾ വെച്ച് മോര് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ തേങ്ങയിലോട്ട് ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടിയും പിന്നെ തൈരും ഇട്ടിട്ട്, ഞാൻ വെള്ളം ഒഴിക്കില്ല, തൈരാണ് കേട്ടോ, തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വേവിച്ചതിലോട്ട് നമുക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി എടുത്തിട്ട് നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. അതുപോലെ താളിക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് താളിക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ, അതിനുശേഷം നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും കേട്ടോ. എനിക്ക് മോരുകറികളിൽ ഞാൻ കഴിച്ചതിൽ ഏറ്റവും ഫേവറേറ്റ് വണ്ണാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ തിളച്ചിവിടെ വന്നിട്ടുണ്ട്, താളിപ്പ് റെഡി. നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചും കൂടെ വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ബീട്രൂട്ട് പച്ചടിയാണ്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിലോട്ട് ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. പിന്നെ ഇതാ തേങ്ങ,
കടുക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അത്യാവശ്യം നല്ല രീതിയിൽ അരയ്ക്കണം കേട്ടോ. കടുക് തേങ്ങ അരച്ച ശേഷം വീണ്ടും ഒന്നിട്ടിട്ടൊന്ന് ചതച്ചാൽ മതി, ഒരുമിച്ച് അരയ്ക്കേണ്ട. പിന്നെ നമ്മൾ തിക്കിലരച്ച ഈ അരപ്പ് ഇതിലോട്ട് ചേർത്തി കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് വെന്ത ശേഷം ഇനി എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലൂസായി പോകുമോ എന്ന് എനിക്ക് പേടിയാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കാത്തൊരു സാധനമാണ് കേട്ടോ ഇത്. പക്ഷെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സദ്യകളിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഈ എരിവും പുളിയും മധുരവും എല്ലാം കൂടിക്കലർന്ന സംഭവങ്ങളില്ലേ അത്. പിന്നെ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് താളിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസം വറ്റി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. ഞാൻ അതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട്. കളറൊക്കെ കണ്ടില്ലേ, ഈ പാത്രത്തിൻ്റെ സൈഡിലുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ലഞ്ച് വിളമ്പി. നമ്മുടെ ചോറ്, അതിലോട്ട് മാങ്ങ ചമ്മന്തി, കടുക് വറുത്തത് എന്നൊക്കെ പറയാം, പിന്നെ ബീട്രൂട്ട് പച്ചടി, ഇത് മാങ്ങ ഒരു മധുരം അച്ചാറാണ് കേട്ടോ. പിന്നെ പൈനാപ്പിൾ മോരുകറി, പപ്പടം, പിന്നെ കോവയ്ക്ക വറുത്തത്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. സദ്യയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇലയിലും വിളമ്പ. എനിക്കൊരു മടിയായിട്ടോ പിന്നെ ഇലയൊക്കെ പോയി വെട്ടിയെടുക്കാൻ. അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ട് കഴിച്ച് പിന്നെ അടപ്രഥമനും പാലടയും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ പാലട ഇതുപോലെ വിളമ്പി പപ്പടം കൂട്ടി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം ഉച്ചയ്ക്ക് മയങ്ങിയ ശേഷം ഞങ്ങളുടെ വിഷു ആഘോഷം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു മണ്ണ് കപ്പും. അപ്പൊ എന്തായാലും അത് കാണണം കേട്ടോ. ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ നിന്നതിന്റെ അവസ്ഥയും കോമഡിയും ഒക്കെ ആയിട്ടാണ് ഞാൻ ആ വോയിസ് ഒക്കെ അതേപോലെ ഇട്ടേക്കുവാണ്. എന്നെ ആരും ട്രോൾ ചെയ്യരുത് കേട്ടോ. ഒന്നും കിട്ടീരേ ഇവിടുന്ന് വലിയ ഐറ്റംസ് ഒന്നും കിട്ടണ്ടായപ്പോൾ ഞാൻ അവിടെ കുറച്ചപ്പുറത്തുള്ള കടയിലോട്ട് പറഞ്ഞു വിട്ടു. അവിടുന്ന് കിട്ടിയില്ല. അവസാനം കിട്ടിയ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ പൊട്ടിക്കാനല്ല കത്തിക്കാൻ തുടങ്ങിട്ടോ. അപ്പൊ നിങ്ങൾ കണ്ട് ചിരിച്ച് മരിക്കരുത്. ഓക്കെ, നല്ല കാറ്റ് നീ മെഴുകുതിരി കൊടുത്ത് ഭയങ്കര പേടിയാണ്. പൊട്ടിത്തെറിക്കുന്ന സാധനല്ലടാ. വലിയ പപ്പാനെ കൊണ്ട് പേടിക്കണ്ട. കാറ്റ് ഭയങ്കര മുഖം അങ്ങനെ കൊണ്ടുവയ്ക്കണ്ട. ഞാൻ മുഖം അങ്ങനെ കൊണ്ടുവയ്ക്കണ്ട കേട്ടാ. നിങ്ങൾ മാറി അല്ലേ, അത് ഡേഞ്ചറാണ്. ഞാൻ അങ്ങനെ ഒരുപാട് നേരം പിടിച്ചിട്ട് ഓടിക്കോ ഓടി.
പടക്കല്ലേ പൂത്തിരിയാണ്. മൂക്കുത്തിരി ആ സാധനം ഇല്ലേ ആ തീരിന്റെ മേലെ ഉള്ളിൽ വലിയ കോൺഫിഡൻസ് അത് 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 മാറി മുഖം മാറ്റി മുഖം മാറ്റി കുട്ടികൾക്ക് കറച്ച് കൊണ്ട് അത് കുട്ടികൾക്ക് വലുതാ പഠിക്കണ്ടേ. എന്താ പേടിച്ച് പറക്കണുണ്ട് ഞാൻ വേണം പടക്കം പൊട്ടിക്കുന്ന കാറ്റും കാറ്റ് അല്ലേ ഇടയ്ക്കൊക്കെ പോയിട്ടുള്ള മുഹമ്മദ് മുഹമ്മദ് ഇപ്പൊ തന്നെ നിനക്ക് കൊണ്ടത് കേട്ടോ പറഞ്ഞാൽ നേരെ അത് കത്തിക്കാത്തത്. അത് കത്തി ആരും കത്തിക്കൂല എന്താ പടക്കം പൊട്ടുന്നത് എന്താ പടക്കം മറിക്കോ അപ്പം എന്തായാലും നമ്മുടെ ഈ ലാസ്റ്റത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സംഭവം എന്നുള്ള മൂവി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടു കേട്ടോ. ശരിക്കും തല കിറങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.